യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. തൽക്കാലം അതുപോലെ കഴിഞ്ഞാ മതി. എല്ലാം നല്ലതിനായിരുന്നു എന്ന് ഒരിക്കൽ മനസ്സിലായിക്കോളും. ഭാമയ്ക്കും അബിയോടൊപ്പം പോകണമെന്നുണ്ടായിരുന്നു. നീ സമ്മതിക്കാത്തോണ്ടാ അവള് പോകാതിരുന്നത്. അറിഞ്ഞുകൊണ്ടൊരു പരീക്ഷണം ഇനി വേണ്ട അമ്മേ. എന്തായാലും ചടങ്ങ് കഴിഞ്ഞതുകൊണ്ട് ഭാമ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ആരും ചോദിക്കില്ല. എന്തു വന്നാലും ഭാമയെ പ്രസവത്തിന് മുമ്പ് അങ്ങോട്ട് വിടാനും പോകുന്നില്ല. നമ്മുടെ എല്ലാം കൺമുമ്പിൽ വെച്ചാ ഭാമയെ അപായപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾ ആരും അവിടെ ഇല്ലായിരുന്നെങ്കിലോ? അതൊരു സാധാരണ അപകടമായിട്ട് മാറ്റാൻ വേണ്ടിയ ഭാവന. ബുദ്ധിപൂർവ്വം ആ അനിരുദ്ധൻ ഭരത്തിന്റെ അരുന്ധതിയുടെയും പേരിൽ അന്ന് പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ പിന്നെ ആരും ഭാമയെ ശ്രദ്ധിക്കില്ലല്ലോ. ആരുടെയോ ഭാഗ്യം കൊണ്ടാ എനിക്കപ്പോ ഭാമയെ നോക്കാൻ തോന്നിയത്. ഈശ്വരനെ മായച്ചി കൊണ്ട് ഭാമയെ നോക്കിപ്പിച്ചത്. ഇല്ലെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ ഭാമയുടെ? ആ അനിരുദ്ധന്റെ മനസ്സ് ഇത്ര നീചമായി പോയല്ലോ. ഗുണ്ടായുസത്തിലൂടെ വളർന്നു വന്നൊരു പരമ ചെറ്റയാണ് അയാളെന്ന് ഒരിക്കൽ കൂടി അയാൾ തെളിയിച്ചില്ലേ? ദുഷ്ടൻ. ഇനി കുറച്ചുനാൾ അകത്ത് കിടക്കുമ്പോ പഠിച്ചോളൂ. എവിടെ? അയാളൊക്കെ പുഷ്പം പോലെ ഇറങ്ങി വരും മായച്ചി. രാഷ്ട്രീയക്കാരും മേലാളന്മാരും ഒക്കെ പോക്കറ്റിലുള്ളപ്പോ ഇവനൊക്കെ ആരെ പേടിക്കാനാ? പക്ഷെ ഞാനവനെ വിടില്ല. മായച്ചി നോക്കിക്കോ, സന്ദർഭം വരുമ്പോ പൂട്ടേണ്ട രീതി തന്നെ ഞാനവനെ പൂട്ടും. വേണ്ട, നമ്മളായിട്ട് ആവശ്യമില്ലാത്ത പ്രശ്നത്തിനൊന്നും പോകണ്ട. വീട്ടേക്ക് പോലീസുകാർ നോക്കിക്കോളും. ഇവനെയൊന്നും കാലനും വേണ്ടല്ലോ ഭാവന. ഇവിടെ ദുഷ്ടന്മാർക്കേ നിലനിൽപ്പുള്ളു മായച്ചി. കേട്ടിട്ടില്ലേ ദുഷ്ടന്മാരെ ദൈവം പന പോലെ വളർത്തുന്നു? അതെ, പന പോലെ വളർത്തും. പക്ഷേ